സൂപ്പർ ഹെൽത്തി ഹൈ പ്രോട്ടീൻ പുഡിംഗ് നോക്കിയാലോ? ഇതിലൊരു ഇൻഗ്രീഡിയന്റ് കൊക്കോ പൗഡറാണ്. അതില് നാച്ചുറൽ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ്സ് ഉണ്ട്. ഫ്ലാവനോൾസും എപ്പികാറ്റക്കിനും പോളിഫിനോൾസും നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടും, ബിപി ഇംപ്രൂവ് ആക്കും, HDL കൂട്ടും, നമ്മുടെ മെമ്മറി കൂട്ടും, മൂഡ് കൂട്ടും, എന്തുകൊണ്ടും നല്ലതാണ്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു പുഴുങ്ങിയ മുട്ട, പിന്നെ ഒരു 30 ml ഓഫ് മിൽക്ക്. ഇത് നമ്മൾ മിക്സിയിൽ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നു. ഇത് മുട്ടയുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട. അതിന്റെ സ്മെല്ല് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി സംശയമുള്ളവർക്ക് വേണമെങ്കില് ഇതിന്റെ അകത്തോട്ട് നമുക്ക് വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാം ട്ടോ. ഇനി നമ്മളൊരു 5 ഗ്രാംസ് ഹണി ആഡ് ചെയ്യാം. എൻ്റെ വീട്ടിൽ കുട്ടിയുള്ളതുകൊണ്ട് കുട്ടിക്കും കൂടെ കഴിക്കുന്നതുകൊണ്ട് ഞാൻ 10 ഗ്രാംസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അപ്പോഴത്തേക്കും നമുക്ക് ഇതിനൊരു ബേസ് വേണം. അത് നമ്മൾ ചിയ സീഡ് എടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ, അതായത് ഒരു 30 ഗ്രാം ചിയ സീഡ് നമ്മളൊരു 30 ml മിൽക്കിലോട്ട് നമ്മളിത് ആഡ് ചെയ്യുന്നു. ഇനി കൂടുതൽ പ്രോട്ടീൻ വേണ്ട ആൾക്കാർക്ക് 50 ഗ്രാംസ് യോഗോട്ട്, ഗ്രീക്ക് യോഗോട്ട് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ പ്രോട്ടീൻ കിട്ടും. നമ്മളിവിടെ സ്കിംഡ് മിൽക്കാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം ആദ്യം ഒരു 20, ഇപ്പോൾ ഒരു 30, അങ്ങനെ 50 ml സ്കിംഡ് മിൽക്ക്, 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്. ഇനി നമ്മൾ മിക്സിയിൽ അടിക്കാൻ വെച്ചിരിക്കുന്ന മുട്ട, പാല്, കൊക്കോ പൗഡർ, ഹണി, ഇത്രയും നമുക്ക് ആഡ് ചെയ്തത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ ഒരു 2 അവേഴ്സ് എങ്കിലും നിങ്ങൾ വെക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് 2 അവർ കഴിഞ്ഞിട്ട് ഇത് പുറത്തെടുക്കാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചിയ സീഡ് സോക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുള്ളൂ ട്ടോ. ചിയ സീഡ് നമുക്ക് ഒമേഗ 3 കിട്ടാൻ നല്ലതാണ്. സിങ്ക് കിട്ടാൻ, സെലീനിയം കിട്ടാനൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ അത് വെജിറ്റേറിയൻസിനും മുട്ടയ്ക്ക് പകരം പനീർ യൂസ് ചെയ്താൽ വളരെ നന്നായിരിക്കും ട്ടോ. ഇനി ഇതിന്റെ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ സ്കിംഡ് മിൽക്ക് വെച്ച് ചെയ്തിരിക്കുന്ന പുഡിങ്ങിന്റെയാണ്. രണ്ടാമത്തേത് നമ്മുടെ ഗ്രീക്ക് യോഗോട്ട് വെച്ച് ചെയ്തിരിക്കുന്ന പുഡിങ്ങിന്റെയാണ്. അപ്പോൾ ഇനി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ള നമുക്ക് പുഡിങ് നോക്കാം. ഡയറ്റ് ചെയ്യുന്നവർക്ക് വെയിറ്റ് ലോസിന്റെ ടൈമിൽ സ്വീറ്റ് ക്രേവിങ്സ് വന്നാൽ ധൈര്യമായിട്ട് ഇത് കഴിക്കാം. അതുപോലെ ഷുഗർ പേഷ്യൻസിനും PCOD ഉള്ളവർക്കും ഷുഗർ സ്പൈക്കും ഉണ്ടാവുമെന്ന് പേടിക്കുകയേ വേണ്ട.